കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമായി വർഗീയത മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് ലീഗ് BJP സഖ്യം പലയിടത്തും ആവർത്തിക്കുന്നു. ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന്റെ വോട്ടുകൾ BJPയിലേക്ക് ചേർന്ന് അവരെ വിജയിപ്പിക്കുന്ന പ്രവണത കണ്ടുവരുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് തൃശൂർ. നേരത്തെ UDFന് അനുകൂലമായി RSS വോട്ട് ചെയ്തിരുന്നതാണ് രീതി. SDPIയെ വിജയിപ്പിക്കാൻ വേണ്ടി UDF വോട്ട് അവർക്ക് നൽകി. ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുന്നു. അതിന്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആണ്. എന്താണ് അങ്ങനെ സഖ്യം ചേർന്നാൽ എന്ന ചോദ്യം ചോദിക്കുന്നതിലേക്ക് വരെ എത്തിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂടിച്ചേരുന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മതസംഘടനകളെ കൂടിച്ചേർത്തിട്ട് ഇപ്പോൾ മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയാണ്. എന്താണ് അങ്ങനെ സഖ്യം ചേർന്നാൽ എന്ന ചോദ്യം ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരെത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും പോലുള്ള സംഘടനകളുമായാണ് അവർ ചേരുന്നത്. അതിപ്പോൾ ലീഗുകാർ ചേരുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ്. ഇത് കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നയിക്കാനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. മുസ്ലിം ലീഗിൻ്റെ അണികളെ മതരാഷ്ട്രവാദികളെ കൈകളിലേക്ക് എത്തിക്കാനുള്ള അവസരം അത് സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ അടിത്തറ തകർക്കുന്നതാണ്. വർഗീയതയും വലതുപക്ഷ ശക്തികളും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ മാനം വരുന്നു. മുസ്ലിം ലീഗിന്റെ അണികളെ മതരാഷ്ട്രവാദികളിലേക്ക് എത്തിക്കുമ്പോൾ ലീഗിന്റെ അടിത്തറയാണ് തകരുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.